അപ്പോൾ ഇന്നിപ്പോൾ ഇതാ നമ്മുടെ HR ഫാമിലിയുടെ കൂടെ ഒരു ഗസ്റ്റ് കൂടിയുണ്ട്. ആ റോസ് കളർ ചുരിദാറിട്ട ആളാണ് കേട്ടോ. അങ്ങ് ബാംഗ്ലൂരിൽ നിന്നാണ് ആൾ എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതാ കൊളക്കാട്ടൂർശ്ശിയിലാണുള്ളത്. കൊളക്കാട്ടൂർശ്ശിയിലുള്ള ചേച്ചിയുടെ മോള് ശരണ്യക്കുട്ടിയുടെ ഫ്രണ്ടാണ് ആൾ കേട്ടോ. ആൾ നമ്മുടെ HR ഫാമിലിയുടെ കട്ട ഫാനാണത്രേ. എന്ന് മാത്രമല്ല വേറെ ആരും കേൾക്കണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാത്രേ കേട്ടോ. അപ്പോൾ ഒന്ന് കാണണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ശരണ്യ നമ്മളെ വിളിച്ചറിയിച്ചു, മഞ്ജുമായി ഒന്ന് വരാൻ പറ്റുമോ, മഞ്ജുമായെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എല്ലാവരെയും ഇഷ്ടമാണ്, അപ്പോൾ ആൾക്കൊന്ന് കാണണത്രേ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊളക്കാട്ടൂർശ്ശിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അവനൊന്നും കാണിക്കില്ല. ഓയ് നോക്കണം കേട്ടോ മനുമോന് പൊന്നി. നിങ്ങളൊക്കെ ഇതിൽ പെടുന്നുണ്ട്. ഞങ്ങളിവിടെ സൂമാണ്, നിങ്ങളെല്ലാവരും പെടുന്നുണ്ട്. അന്ന് വരുമ്പോൾ ഈ മരം ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? ഇറങ്ങി അയ്യോ കുണ്ടുണ്ടോ? അത് വേഗമാണെങ്കിൽ ചേച്ചി. മഞ്ജു ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ എന്തായാലും നമ്മുടെ HR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു വിശേഷത്തിലേക്ക്, പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും പുഴയ്ക്കലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ ഹരിയേട്ടനും ഞാനും മാത്രമല്ല, അതാ മനുമോന് പൊന്നു, അത് കൂടാതെ അതാ രണ്ടാളുണ്ട്. നമ്മുടെ ചെറിയേച്ചിയുടെ മോളാണ്, ചെറിയേച്ചിയുടെ മോളുടെ ഫ്രണ്ടാണ്. അപ്പം എല്ലാവരും കൂടി പുഴയ്ക്കലിൽ എന്ത് ചെയ്യാൻ പോവാണ്? അടിച്ച് പൊളിക്കാൻ പോവാണ് അല്ലേ? ഏത് മൂഡ് ചോദിക്കുമ്പോൾ മൂഡ്. ഓക്കെ ഓക്കെ, പാട്ടിൽ തുടങ്ങാം അല്ലേ? പാട്ടിൽ തുടങ്ങല്ലേ? ഓക്കെ ഓക്കെ. ശരിക്കും നമുക്ക് വന്ന ഗസ്റ്റിനെ കൊണ്ട് നമ്മൾ പാട്ട് പഠിപ്പിക്കണം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും വന്നാളാ ആദ്യം പാടണ്ടേ. ഒരിക്കലും മറക്കരുത്, ഇവിടെ വന്നത് മറക്കാൻ പാടില്ല. അപ്പൊ ഗസ്റ്റിൽ നിന്നാണ് തുടങ്ങാം അല്ലേ? അതെ അതെ അതെ, ആയിക്കോട്ടെ, അവിടെ നിന്നാണ് തുടങ്ങാം നമുക്ക്. എന്തെങ്കിലും ഞങ്ങളിവിടെ ഏറ്റി പിടിക്കുന്നു. ഒരു 2 പേര് പാടിക്കൊള്ളൂ കേട്ടോ, ഏറ്റു പാടിക്കൊള്ളൂ. അടുത്ത ആള് എന്റെ ഊഴം വരുമ്പോ ഞാൻ തിരിഞ്ഞോടും. ഇവരെല്ലാരും കൊണ്ടാണ് പാടി വെച്ചിട്ട്. ഓ, എന്റെ കുട്ടീനെ ഞാൻ ഒഴിവാക്കുക അല്ല കഥ. ഏറ്റു പാടിയാ മതി. റെഡി ആയിട്ടുണ്ട്. പാടിയോ? ഉറക്കെ. പൊന്നൂസുട്ടി പാടും. എനിക്കും ആലോചിക്കണം.
സൗണ്ട് 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 വരട്ടെ സൗണ്ട്. ക്യാമറാമാൻ മുന്നിലോട്ട് വരട്ടെ. ഇങ്ങോട്ട് വന്നാൽ ഇല്ല. സൗണ്ട് കേൾക്കില്ല, ഇതിന്റെ സൗണ്ട് ആയിരിക്കും. സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. എന്ത് തരും? ഒന്നുകൂടെ ഉറക്കെ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ, ഞാൻ ഇങ്ക സൗഖ്യമേ, കവിത കൊട്ടത് അത് എഴുത നിനക്ക് വാർത്ത കൊറ്റത്. ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി വീട്ടിൽ സൗഖ്യമാനിങ്ക സൗഖ്യമേ. വെരി ഗുഡ് വെരി ഗുഡ്. ഇനി അടുത്താരാ? നമ്മുടെ ശരണ്യക്കുട്ടി. നോ നോ അതന്നെ അതാണ്. യെസ്. അതാണ് അവനവന് കഴിയുന്ന രീതിയിലുള്ള വൈബ്. പക്ഷെ അതിന് റെഡി ആയില്ലേ? അതാണ് അതൊന്നും കുഴപ്പം. വേണം താരമ്പലം വേണം, കുളവും വേണം. ബാക്കി എനിക്ക് എന്താണ് ബാക്കി അറിയത്തില്ലേ അല്ലേ? ഒരു പാട്ട്. അപ്പൊ എന്തായാലും ഇത്രയും നിൽക്കുന്ന ആളുകളെയൊക്കെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്. അവരൊക്കെ വരി കിട്ടാതെ ഇവിടെ ആകെ ബുദ്ധിമുട്ടി. ഞാൻ വേഗം നമ്മുടെ ഗൂഗിൾ അമ്മാവനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ റെഡിയല്ലേ? റെഡി. മഹദിയാൽ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. അപ്പൊ ആരാ കൂട്ടത്തിൽ ജയിച്ച്? ഓക്കെ. അപ്പൊ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം അല്ലേ? ഓക്കെ. എന്താ അടുത്ത പരിപാടി? മക്കളെ നല്ല വൈബാണ് കേട്ടോ, പൊള്ളി വൈബാണ്. ഫാമിലി ആയിട്ട് മക്കളൊക്കെ ആയിട്ട് ഇതാ കുറച്ച് നേരം എങ്ങനെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ തന്നെ അല്ലേ ഉള്ളൂ നമുക്ക് കിട്ടുക അല്ലേ? അല്ലേ ചേട്ടാ? അപ്പൊ അതാ അപ്പൊ എന്തായാലും ഇതാ നമ്മളിവിടെ ഇങ്ങനെ അടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മനുമോനുവിനെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മനുമോന് പൊന്നീനെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് മക്കളുമായി എത്തിയിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇതാ നമ്മുടെ ശരണ്യക്കുട്ടി ചേച്ചിയുടെ മോള് ആളിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ, ഫ്രണ്ടുമായിട്ട്. അപ്പോൾ അവർ വരുമ്പോൾ എന്തായാലും വരണേന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഓടി എത്തിയതാണ്. മുത്തേ അമ്മ നനഞ്ഞ് പിണ്ടിയാവേ. ഹരിയേട്ടാ നോക്കണ ഹരിയേട്ടാ, അവിടെ വെള്ളം ഹരിയേട്ടാ കുത്തി ഒളിച്ചിട്ടാവണ ഭാഗല്ലേ? അങ്ങോട്ട് ഞാനില്ല.
കൂടെ കൊണ്ടുണ്ടാവില്ല ചേച്ചി? പൊന്ന് എന്താ അമ്മയെ പിടിക്കുമ്പോ ഞാൻ പിടിച്ചാ പോരെ? ഞാൻ പിടിച്ചാ പോരെ? അയ്യോ ഡ്രസ്സൊക്കെ നന്ദി. ബാക്ക് വല്ലാതെ നോക്കുന്നു. ആ ഓ ഹരിയേട്ടാ പാറ കഷ്ണങ്ങളുണ്ട് കേട്ടോ. അതിൽ ചവിട്ടുമ്പോൾ നമ്മൾ വഴിക്ക് വീഴും. പെട്ടെന്നുണ്ട് വഴിക്ക്. ആ പേടിയാണ് ഈ പുഴയിൽ. പുഴ വെള്ളം ഒക്കെ പേടിയാണ് മോനെ. അധികം പരിചയമില്ല കേട്ടോ. അതുകൊണ്ട് ഹരിയേട്ടൻ പിടിച്ചിങ്ങോട്ട് കടത്തി തരികയാണ്. പുഴ കണ്ടാൽ ആ വഴിക്ക് പോവാത്ത ആളാണ്. അപ്പോൾ അവിടെ നിന്ന നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ഇത് നല്ല സീനറിയാണ് വേനൽക്കാലത്ത്. പക്ഷെ ഇത് ഷട്ടർ ഇടണം. ഷട്ടർ ഇട്ട് വെള്ളം നിറഞ്ഞു വിടണം. അപ്പം എവിടെ ഇരിക്കാണ്? പുഴയിൽ ഇരിക്കാൻ പോകണോ? പാറയിൽ ഇരിക്കാനാണോ വന്നേ? മണ്ണാർക്കാട് നിങ്ങളുടെ പാറയിൽ ഇരിക്കാനാണോ വന്നേ? ഓ അത് ശരി. അതിനൊരൊറ്റ മീനിനെ കാണാനില്ലല്ലോ അവിടെ. അവരായിട്ടുള്ള ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. കാര്യമായിട്ട് അവിടെ മറ്റേ ഇതിന്റെ ബാക്കി ഇതുണ്ടായിരിക്കും. പക്ഷെ പെട്ടെന്ന് കാലെടുത്ത് വെക്കുമ്പോ മണിക്കുട്ടി അവിടെ എത്തിയല്ലോ.